എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ വലിയ കുഴപ്പമില്ല, ഒരുവിധം നിന്ന് പോകുന്നുണ്ട്. അതായത് വേറൊരാളെ പോലും നമുക്ക് അവിടെ സങ്കല്പിക്കാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വെച്ചിട്ട്. അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ടം ശരിയല്ല, അതിനുശേഷം അനുമോളെ നോക്കുന്നത് ഒരു ചെറിയ, എനിക്കിഷ്ടപ്പെടാത്ത 2-3 കണ്ടസ്റ്റൻറ്റുകളിൽ 2 പ്രധാനികളാണ്. ഒന്ന് ചേച്ചി, നമ്മള് ബിഗ് ബോസ് ഇപ്പൊ തുടങ്ങി കഴിഞ്ഞിട്ട് ഇപ്പൊ എങ്ങും ബിഗ് ബോസ് തന്നെയാണ് ചർച്ച. അതെ, ഇപ്പൊ ചാനലൊന്നും തുറക്കണ്ട, യൂട്യൂബ് തുറക്കണ്ട, എല്ലാത്തിലും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് തന്നെയാണ്. കുഞ്ഞുങ്ങളും ഉണ്ട് വീട്ടിൽ ബെൽറ്റൊക്കെ ഇട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ബാഗൊക്കെ ഇട്ട്, അമ്മ ഞാൻ വന്നു ബിഗ് ബോസ്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ചേച്ചി, നമ്മളും ഒരുപാട് ദിവസങ്ങളായിട്ട് ബിഗ് ബോസിലെ അംഗങ്ങളായിട്ടുണ്ട് ഇപ്പൊ. അതെ, നമ്മളും ഒരു പാർട്ടിസിപ്പന്റ് കണ്ടസ്റ്റന്റ് പോലെയൊക്കെ മാറിക്കഴിഞ്ഞു എന്ന് പറയാം. അപ്പൊ ചേച്ചി, നമ്മൾ ഒരുപാട് പേരെ ചെയ്തു കഴിഞ്ഞു. ഇന്ന് എനിക്കൊന്ന് അനാലിസിസ് ചെയ്യാൻ തോന്നിയത് ബിഗ് ബോസിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഒരു നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള അക്ബറാണ്. ചേച്ചി എന്ത് തോന്നുന്നു? ശക്തനായിട്ടുള്ള എന്തോന്ന്, എന്തിനും ഏതിനും ഉയർന്ന ശബ്ദത്തോടുകൂടി ബഹളം വെച്ച് വരുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്. പിന്നെ പ്രശ്നങ്ങളില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് പുള്ളി. എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ വലിയ കുഴപ്പമില്ല, ഒരുവിധം നിന്ന് പോകുന്നുണ്ട്. അതായത് കണ്ടന്റുകളൊക്കെ പുള്ളിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത് ചേച്ചി. നല്ലൊരു ശക്തനായിട്ടുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് ബിഗ് ബോസ് സീസൺ 7 എന്തായാലും ഇത്രയും ദിവസം കഴിയുമ്പോഴും മുഴങ്ങി കേൾക്കുന്ന നല്ലൊരു കണ്ടസ്റ്റന്റ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു ചെറിയൊരു നെഗറ്റീവ് അക്ബറിന് എന്തായാലും ഉണ്ട്. ഗ്രൂപ്പ് കളി ഉണ്ടായിരുന്നു എന്നുള്ളൊരു നെഗറ്റീവ് ഇപ്പൊ ഇല്ല, കാരണം അപ്പാനി പുറത്തു പോയില്ലേ. അപ്പൊ ഒന്ന് ആലോചിക്കുക, അപ്പാനി ആ ബിഗ് ബോസിനകത്ത് ഉണ്ടാക്കിയ ബഹളം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിസം. എനിക്ക് തോന്നുന്നു ഇപ്പം തുടക്കം മുതലേ അക്ബർ അപ്പാനിയോടൊപ്പം ചേർന്നില്ലായിരുന്നുവെങ്കിൽ നല്ലൊരു ജനപ്രീതി അക്ബറിന് കിട്ടുമായിരുന്നു. കാരണം പുള്ളിക്കാരൻ നല്ലൊരു പാട്ടുകാരനാണ്. സരിഗമ പദനിസയിലൂടെ പാട്ടുകൾ അതിലുണ്ടാക്കുന്നത് കേട്ടിട്ടില്ലേ? സൂപ്പർ. നല്ല സർക്കാസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ നമ്മള് ചിന്തിക്കാത്ത രീതിയിലാണ് പുള്ളിക്കാരൻ. ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നോ എന്നൊക്കെ നമ്മൾ നിമിഷ നേരങ്ങൾ കൊണ്ട് നല്ലൊരു കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ്. പക്ഷെ അത് അക്ബർ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഒരു സംശയമാണ്. കാരണം പുള്ളി ഞാൻ പറഞ്ഞില്ല, ഒരു കൂട്ടുകെട്ടിൽ വീണുപോയി, ഒരു ഗ്യാങ്ങിൽ വീണ് വേറൊരു രീതിയിലായിപ്പോയി. പക്ഷെ ഇപ്പൊ ഇച്ചിരി കയറി വരുന്നുണ്ട്. അതെ, നമുക്കറിയാം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു മൈൻഡ് ഗെയിമാണ്. നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം പുറത്തുനിന്ന് വലിയൊരു ഗെയിം പ്ലാനുമായി വന്നാൽ പോലും ബിഗ് ബോസിന് അകത്തെത്തുമ്പോൾ കളിയെല്ലാം മാറും. ഇപ്പോൾ അക്ബറിന് ഇപ്പോൾ ഒരു നല്ലൊരു ഗെയിം പ്ലാൻ മുന്നേ ഉണ്ടായിരുന്നിരിക്കണം. പക്ഷെ ഇത്തവണത്തെ 7ന്റെ പണിയായതുകൊണ്ട് എന്തായാലും അതവിടെ വില പോകുന്നില്ല. കാരണം പല സന്ദർഭങ്ങളിലും നമ്മൾ കാണുന്നതാണ് അക്ബറിന് എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട്, പക്ഷെ അത് റിസൾട്ട് വരുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ പറയില്ലേ, ഉള്ളിലുണ്ട്, അത് പുറത്തോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. പുള്ളിക്ക് എന്തൊക്കെ ചെയ്യണമെന്നുണ്ട്, അത് എങ്ങനെ എവിടെ എക്സിക്യൂട്ടീവ് ചെയ്യുന്നതിനുള്ള എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ഫാക്ടറി ടാസ്ക് ആണെങ്കിൽ പോലും അക്ബറിന് ചെയ്യുന്ന ഒരു പോസ്റ്റാണ് ട്രേഡ് യൂണിയൻ നേതാവായിട്ട്. ഇപ്പം വേറൊരാളെ പോലും നമുക്ക് അവിടെ സങ്കല്പിക്കാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വെച്ചിട്ട് സങ്കല്പിക്കാൻ പറ്റത്തില്ല. അത്രയും നല്ല മികച്ചതായിട്ട് അക്ബറിനെ ബിഗ് ബോസ് കൊടുത്തത് അത് അക്ബർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നുണ്ട്, പുള്ളിക്കാരൻ നല്ല അഗ്രസീവാണ്. പക്ഷെ ഗെയിമിന്റെ രീതിയിലായിട്ട് അക്ബർ കണ്ടുവരുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളുണ്ട്. മറ്റുള്ളവരുടെ അടുത്ത് പെരുമാറുന്ന രീതിയായിരുന്നാലും അക്ബർ സംസാരത്തിലൊരു മാന്യത വന്നിട്ടുണ്ട്. പിന്നെ മാറി. അതെ, അത് അപ്പാനി പോയതും ഒരു കാരണം തന്നെയാണ്. എല്ലാവർക്കും മൈൻഡിൽ ഒരു കാര്യം വന്നിട്ടുണ്ട്, നമ്മളിപ്പോ ഇതിനകത്ത് ബഹളം വയ്ക്കുന്നതല്ല പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. എത്ര വലിയ ആക്ടർ ആണെങ്കിൽ പോലും ഇപ്പം അക്ബറിനെ അപ്പാനിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പാനിക്ക് എന്തായാലും അക്ബറിനെ കാട്ടി ഒരു ഫാൻ ബേസ് പുറത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കുറച്ച് അതെ എത്ര നല്ല ശക്തരായിട്ടുള്ള ഒരു മത്സരാർത്ഥി ആണെങ്കിൽ പോലും പുറത്തെ ജനങ്ങൾ എങ്ങനെയാണോ അവരെ സ്വീകരിക്കുന്നതെന്ന് അകത്തുള്ളവർക്ക് എന്തായാലും അതിനൊരു അറിവ് കൊടുക്കാനാണ് നമ്മളെ മസ്താനി വന്നിരിക്കുന്നത്. പുറത്തെ വിവരങ്ങളെല്ലാം ഗംഭീരമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ഒന്നും ഞാൻ പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ മിണ്ടാതിരിക്കും. എന്തായിരുന്നാലും ഇത് ഇപ്പൊ ഇവർ എവിടെ നിന്നൊക്കെയോ ഇങ്ങനെ ചുരണ്ടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. അല്ല, വൈൽഡ് കാർഡ്സ് വന്നതിന് ശേഷം ഏറെക്കുറെ കുറച്ച് പേർക്കെങ്കിലും ചെറിയൊരു ഹിൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്.
കുറച്ചൊക്കെ മനസ്സിലാക്കി അവര് കളിക്കുന്നുണ്ട്. ആരെ കൂടെ നിൽക്കണം, ആർക്കാണ് എന്ത് പുറത്ത് ചെയ്യണം, നല്ലൊരു എങ്ങനെ support നിൽക്കണം. ഉള്ളത്, അതെ, അതെ. എല്ലാം കുറച്ചൊക്കെ വളരെ നന്നായിട്ട് മനസ്സിലാക്കിയെന്നല്ല, കുറച്ചൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഹൗസിനകത്തുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതനുസരിച്ചാണ് അവര് ഗെയിം മുന്നോട്ട് പോകുന്നതെന്ന് എന്തായാലും ടാസ്ക് കളിയിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പൊ അക്ബറിനെ എടുത്തിരുന്നാലും ലാലേട്ടൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയതോടെ ഒരുപാട് മാറ്റങ്ങൾ ഒരു കാര്യമുണ്ട്, പുള്ളിക്ക് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ പുള്ളി ക്ഷമ ചോദിക്കാൻ തയ്യാറാണ്. മറ്റുള്ള കണ്ടസ്റ്റന്റുകളെ അപേക്ഷിച്ച് ഇത്രയും വലിയ ഒരാളാണെങ്കിൽ അത് മാത്രമല്ല എന്തെങ്കിലും തെറ്റായിട്ടുള്ള രീതിയിൽ മറ്റൊരാളെ സംസാരിച്ചു കഴിഞ്ഞാൽ വായടപ്പിക്കുന്ന രീതിയിൽ മറുപടി കൊടുക്കുക അക്ബറിന്. ഉറപ്പായിട്ട് നമ്മളെ രേണുവിനായിരുന്നു ആദ്യത്തെ പണിയായിരുന്നത്. പക്ഷെ ഓടിച്ചെന്ന് മാപ്പ് പറഞ്ഞു. പിന്നെ രേണുവിന്റെ ആ ഭാഗത്തോട്ടെ പുള്ളി നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. രേണുവിനെ കൺവിൻസ് ചെയ്യാൻ പിന്നെ നമ്മളെ അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ടം ശരിയല്ല എന്ന്. അതിനുശേഷം അനുമോളെ നോക്കുന്നത് ഒരു ചെറിയ ഭയത്തോടു കൂടിയാണ്. എന്തൊക്കെ പറഞ്ഞിരുന്നാലും നമ്മുടെ എന്തോന്ന് അക്ബർ വളരെ നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്. നന്നായിട്ട് കുറച്ചും കൂടെ ഗെയിമിലോട്ട് കുറച്ചുകൂടെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ടോപ്പ് 5. കാരണം ഇത് ഇവിടെ വരുന്നവര് പല ചിന്തകളും പല അഭിപ്രായങ്ങളും പല ഇതൊക്കെ ഉള്ള ആൾക്കാരാണ് വരുന്നത്, പല സാഹചര്യങ്ങളും. പക്ഷെ ഇവിടെ വന്ന് എനിക്കും ഫീൽ ചെയ്ത ഒരു കാര്യമാണ്, ഇവർ ഈ 100 ദിവസം നിൽക്കുമ്പോൾ ഏതാണ്ട് ശരിയാവുന്നുണ്ട് ഇല്ലേ? അപ്പൊ നിർഗുണ പാഠശാല എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പുറത്ത് ഈ വെകിളി കാണിച്ച് കിടക്കുന്ന കുഞ്ഞുങ്ങളായിരുന്നാലും വലിയവരാണെങ്കിലും അതിനകത്തോട്ട് കൊണ്ടുവന്ന് വിടാമെങ്കിൽ അവരൊരു നല്ല ഒരു പൗരനായിട്ടോ അല്ലെങ്കിൽ പൗരിയായിട്ടോ പുറത്തു വരും എന്നുള്ളത് ഉറപ്പാണ് അല്ലേ? സാഹചര്യങ്ങളോട് പെരുമാറാനും ഇടപെടാനും മനസ്സിലാക്കാനും എല്ലാം പഠിക്കും. ഇല്ലായ്മയിലും ജീവിച്ചു പോകാൻ അറിയാം. കാരണം ഇപ്പോഴത്തെ സീസൺ 7 ഫുഡ് വളരെ കുറവാണ് എല്ലാത്തിലും. ആദ്യം മേക്കപ്പ്, അവരുടെ എല്ലാം കൊണ്ട് ഈ 7ന്റെ പണി എന്ന് പറയുന്നത് അതിജീവിക്കുന്നുണ്ട്. അതെ അതെ, അതാണ് വളരെ നല്ലൊരു കാര്യം. ഫുഡ് കുറവാണ്, മറ്റുള്ള സൗകര്യങ്ങളെല്ലാം കുറവാണ്. അപ്പോൾ അതിനുമായിട്ട് അവർക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ചിലതല്ല, പിന്നെ ഉറപ്പായിട്ടും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്ക് കുറേ സന്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്, എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിൽ ഒരു മനുഷ്യൻ പൊരുത്തപ്പെട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ സന്ദേശങ്ങൾ ബിഗ് ബോസിലൂടെ നമുക്ക് സാധാരണക്കാർക്ക് ലഭിക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ് അല്ലേ? പൈസ നമ്മൾ മുടക്കി കാണുന്നതിന് ഒരു ഗുണമുണ്ട് ഇല്ലേ? അപ്പൊ അതുകൊണ്ട് ബിഗ് ബോസ് പക്ഷേ ഇത്തവണത്തെ എങ്ങനെയാണോ ആ ഗെയിം ആ രീതിയിൽ നമ്മളിരുന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാം സൂപ്പറാണ്. നമ്മളവർക്ക് അടിയും പിടിയും അവരെ പോലെ നമ്മൾ ഒരാളിനെ മാത്രം ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി കഴിഞ്ഞാൽ അത് വേറൊരു കുരുപ്പായിട്ട് തോന്നും. അതുകൊണ്ട് അല്ലാതെ നോക്കണമെങ്കിൽ ബിഗ് ബോസ് സീസൺ 7 എന്നല്ല, ബിഗ് ബോസ് സൂപ്പറാണ്. സീസൺ 7 കുറച്ച് പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിലും അത് ജീവിച്ച് പോകുന്നുണ്ട്. ഇപ്പൊ കുറച്ച് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. അതെ അതെ, ഗെയിമിലോട്ട് ഇറങ്ങുന്നുണ്ട് എല്ലാവരും. അതുപോലെ അക്ബറും ഇപ്പൊ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ആരും ക്യാമറ ആയിട്ട് ഒരിടത്തും വെറുതെ ഇരിക്കുന്നില്ല, എല്ലാരും എല്ലാ കാര്യങ്ങളിലും ഇൻക്ലൂഡ് ആയി. അങ്ങനെ നിന്നിട്ടേ കാര്യമുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. കാരണം ദിവസങ്ങൾ കടന്നു പോയിക്കോട്ടെ. അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും ഒരുവിധം ആക്റ്റീവാണ്, ഇതിലൊക്കെയാണ്. പക്ഷെ ചിലരെ ഇന്നും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. എനിക്കിഷ്ടപ്പെടാത്ത 2-3 കണ്ടസ്റ്റന്റുകളിൽ 2 പ്രധാനികളാണ്. ഒന്ന് ആര്യൻ, പിന്നെ ഒന്ന് ജിസേൽ. എനിക്കിഷ്ടമല്ലാത്ത 2. അവർ കളിക്കുന്നുണ്ടാകാം എന്തായിരുന്നാലും. കാരണം മറ്റുള്ളവരെ ബഹുമാനിക്കാൻ അറിയില്ല, സംസാരിക്കാൻ അറിയില്ല, പെരുമാറാൻ അറിയില്ല ഇല്ലേ? ബേസിക്കലി ഒരു വ്യക്തി എങ്ങനെ ഇരിക്കണം അതുപോലും ഇല്ലാത്ത. കാരണം ഒരാളിനെ എത്രമാത്രം നമുക്ക് ഇറിറ്റേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഇതായിട്ട് കളയാൻ പറ്റും, അതുപോലെയാണ് ആര്യം കാണിക്കുന്നത്. ഇതൊന്നും ബിഗ് ബോസ് കാണുന്നില്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇപ്പം നമ്മുടെ അക്ബർ ശരിയായിട്ടുണ്ട്. ആ ഒരു ഇതിൽ നിന്ന് നല്ലൊരു ഗെയിമറാണ് അക്ബറിന്. നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റട്ടെ എന്നാണ് ഫസ്റ്റ് ഷോയുടെയും ആശംസ. വരുന്ന ഇനിയുള്ള എപ്പിസോഡുകളിൽ ഒരു പക്ഷേ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചേക്കാം എന്ന് തോന്നുന്നു. കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. അതറിഞ്ഞ് കളിക്കുക, അതാണ് കാര്യം. അതെ, ഇപ്പോൾ ബിഗ് ബോസിന് എന്തായാലും നല്ലൊരു മൈൻഡ് ഗെയിമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബിഗ് ബോസും നിങ്ങൾ ഇപ്പോൾ ഒരു ടാസ്ക് കൊടുക്കുകയാണെങ്കിൽ ആ ടാസ്കിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. അത് അറിഞ്ഞ് കളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അഖിൽമാരാർ പറയുന്നുണ്ട്, ശ്രദ്ധിച്ച് കേട്ട് വേണം പറയുമ്പോൾ എല്ലാത്തിലും ഭയങ്കര അഗ്രസീവാണ്. അക്ബറായിക്കോട്ടെ, എല്ലാവരും അഗ്രസീവായിട്ടാണ് ആ ഒരു ടാസ്കിനെ സമീപിക്കുന്നത്. പക്ഷെ അത് എങ്ങനെ രസകരമാക്കാം എന്ന് ചിന്തിക്കുന്നിടത്താണ് ടാസ്ക്. വിജയം എന്ന് പറയുന്നത്. അതുപോലെ കളിക്കാൻ എല്ലാ കണ്ടസ്റ്റന്റ്സിനും പറ്റട്ടെ. വീണ്ടും നമ്മളൊരു ചർച്ചയുമായി വരയ്ക്കും. ബൈ ബൈ.